ശ്രീ എബ്രഹാം മാത്യു, ഇപ്പം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എപ്പോഴും 100-ൽ പരം സീറ്റുമായി UDF അധികാരത്തിലേക്ക് വരും എന്നൊരു വലിയ നറേഷൻ, ഒരു ആഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായും ചോദിക്കും, എങ്കിൽ പിന്നെ ഉള്ള കക്ഷികൾ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ മറ്റെന്തിനാണ്? അപ്പോൾ ഈ 100 എന്നൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ കിട്ടണമെങ്കിൽ നിലവിലെ മുന്നണി പോരാ എന്നൊരു തോന്നൽ നിങ്ങൾ നേതാക്കന്മാർക്ക് ഇടയിൽ തന്നെ കാര്യമായിട്ടില്ലേ? ഇന്നലെയൊക്കെ ചർച്ചയിൽ അത് ഉയർന്നു വന്നിരുന്നു. ഇവിടെ മാണി ഗ്രൂപ്പ് UDFിലേക്ക് എന്ന നിലയിൽ കോൺഗ്രസ് നേതാക്കൾ വല്ലാതെ ആഗ്രഹിച്ചോ? ആ നിലയിൽ മാധ്യമ വാർത്തകൾ കാര്യമായി പരുവപ്പെട്ടോ വന്നോ? ജോസ് കെ മാണി ഇന്ന് അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നടത്തിയതോടുകൂടി നിരാശരാകുന്നത് കോൺഗ്രസ് നേതാക്കളാണോ? അതിൽ ഈ സഭയുടെ സമ്മർദ്ദം എന്ന് പറയുന്ന ഒരു വലിയ പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നോ? അതടക്കമാണോ ഇന്ന് ഏതാണ്ട് ഇല്ലാതായത്? എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ ക്രൈസ്തവ സഭകൾ എക്കാലത്തും ഇന്ന് കേരള കോൺഗ്രസിൻ്റെ നയരൂപീകരണത്തെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നു എന്നൊരു നറേറ്റീവ് പഴയ കാലം തൊട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ജോസഫ് പാറേക്കാട്ടിൽ പോലെ തൃശ്ശൂരിലെ വളരെ ശക്തനായിട്ടുള്ള ആർച്ച് ബിഷപ്പിൻ്റെ കാലത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ വയലിൽ അങ്ങനെയുള്ള പിതാക്കന്മാരുടെ കാലത്ത് സ്വാധീനങ്ങൾ ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ പുതിയൊരു കാലഘട്ടത്തിൽ ഈ സഭകൾ അതിൻ്റെ ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അങ്ങനെ ഇടപെട്ടാൽ ഒരു സർക്കുലർ വായിച്ചാൽ, പള്ളിയിൽ ഒരു കൽപ്പന വായിച്ചാൽ പോയി വോട്ട് ചെയ്യുന്ന ആളുകളല്ലല്ലോ ഇന്ന് കേരളത്തിലുള്ളത്. ആ കാലം വളരെ മാറിയില്ലേ? അങ്ങനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സഭകൾ ഹൈജാക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിയിലേക്ക് കൊണ്ടുപോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റ് നടന്നതായിട്ടും വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, ജോസ് കെ മാണി ഇന്ന് വളരെ ഡെഫിനറ്റായിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തോടു കൂടി അത്തരം ആശങ്കകളിലൊക്കെ അവസാനിക്കുകയും ചെയ്തു. പക്ഷേ ജേർണലിസത്തിൽ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റോറീസ് വരിക സ്വാഭാവികമാണ്. അത് പല സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചാണല്ലോ, നമ്മളല്ലാതെ ചെയ്തിട്ടുള്ള ആളുകളാണല്ലോ. അത്തരം റിപ്പോർട്ടുകൾക്ക് ഒരു ദിവസത്തെയോ 2 ദിവസത്തെ പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ ആയുസേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അത് അപ്രസക്തമായി തീരുന്നു. പ്രത്യേകിച്ച് പാർട്ടി ചെയർമാൻ്റെ നിലപാട് പതിവില്ലാത്ത വിധം കർക്കശമായിട്ടാണ്. ജോസ് കെ മാണി അങ്ങനെ വളരെ കർക്കശക്കാരനായ ഒരു പൊളിറ്റീഷ്യൻ അല്ല, വളരെ സൗമ്യഭാവത്തിലുള്ള ഒരാളാണ്, നമുക്കറിയാമല്ലോ. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ ഡെഫിനറ്റായിരുന്നു. പതിവിന് വിരുദ്ധമായ ഒരു കാർക്കശ്യം വാക്കുകളുണ്ടായിരുന്നു എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് പ്രസക്തിയില്ല. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കേരള കോൺഗ്രസിൻ്റെ തുടക്കം തന്നെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമായിട്ടല്ലേ? കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമായിട്ടാണല്ലോ 64 അത് രൂപപ്പെട്ടത്. അന്ന് അതിനെ പിന്തുണച്ച മന്നത്ത് പത്മനാഭൻ പോലും ഒരു കാലഘട്ടത്തിൽ പിന്നീട് കേരള കോൺഗ്രസിൽ ലയിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്ത് സ്വന്തം വഴി തേടാൻ മുന്നിട്ട് നിന്ന ആളാണ് ശ്രീ KM മാണി. അപ്പോൾ അങ്ങനെ കേരള കോൺഗ്രസുമായിട്ടൊരു വിധേയത്വം 65 മുതൽ 75 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ സഹകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. പിന്നീട് ഇന്ദിരാഗാന്ധി നേരിട്ട് ഇടപെട്ടിട്ടാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭയിൽ ചേരാൻ തീരുമാനിച്ചെന്ന് നമുക്ക് അറിയാമല്ലോ. മാത്രമല്ല, പുതിയ കാലഘട്ടത്തിലെ ശ്രീ KM മാണിയുടെ ആത്മകഥയാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ പുസ്തകം വായിക്കുന്ന ഒരാളിന് ഈ കേരള കോൺഗ്രസിലേക്ക് ക്ഷണിക്കാൻ തോന്നുകയില്ല. ക്ഷണിച്ചാൽ തന്നെ ഇവർ ആരോടാണ് സഹകരിക്കേണ്ടത്? ആ ആളുകളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ അദ്ദേഹം വേദനയോടുകൂടി എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു വാചകം വായിക്കാം. UDFിൻ്റെ ശില്പികളിൽ ഒരാൾ കൂടിയായ എനിക്ക് UDFിൽ നിന്ന് ലഭിക്കേണ്ട പിന്തുണ ലഭിച്ചില്ല എന്നത് എന്നെ വേദനിപ്പിച്ചു. മാത്രവുമല്ല, ഐക്യമുന്നണിയുടെ ഒരു നേതാവിനെ വട്ടമിട്ട് ആക്രമിച്ച ഒരാളുടെ മകളുടെ കല്യാണ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പിന്നീട് അയാളുടെ വീട്ടിൽ പോയി വിവാഹ നടത്തിപ്പുകാരായി മാറിയതും എന്നെ വേദനിപ്പിച്ചു. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സമകാലീന സംഭവങ്ങൾ എണ്ണി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊന്നും അധിക കാലമായിട്ടില്ലല്ലോ. ചരിത്രത്തിൻ്റെ വലിയ പിന്നോട്ടടിയുടെ ഭാഗമായി വന്നതല്ലല്ലോ ഇത് കണ്ടംപററി പൊളിറ്റിക്സ് ആണല്ലോ, സമകാലീന ചരിത്രമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുറിവുണങ്ങാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ മുന്നണി, കേരള കോൺഗ്രസ് അങ്ങനെ മുന്നണിയിലേക്ക് പോകുന്ന എനിക്ക് വിശ്വസിക്കാൻ നിവൃത്തിയില്ല. അതെ, പിന്നെ ലോജിക്ക് കാണുന്നില്ല. മാത്യു, അങ്ങനെ ഒരു സംശയവും അക്കാര്യത്തിലില്ല. കാരണം താങ്കൾ പറഞ്ഞ പോലെ കുറെ കൂടി കർക്കശമായി തന്നെ ഈ കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ ആവണമല്ലോ ജോസ് കെ മാണി ഇന്ന് അത്ര ഷാർപ്പായി തന്നെ അക്കാര്യത്തിൽ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് തന്നെ ആ പാർട്ടിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ ഇറങ്ങേണ്ട എന്ന് പറയും വിധത്തിൽ പറഞ്ഞു. ഞാൻ ചോദിച്ചത് അതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണല്ലോ. ആ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ സമീപകാലത്ത് UDF പുറത്താക്കിയതാണ് ആ പാർട്ടിയെ എന്ന് പറയുന്നൊരു പ്രശ്നമൊക്കെ ആ പാർട്ടിക്കുണ്ട്. അതെല്ലാം മറന്ന് ആ പാർട്ടി തങ്ങൾക്കൊപ്പം വേണം, എന്നാലേ
വിചാരിക്കുന്നത് പോലെയോ ആഗ്രഹിക്കുന്നത് പോലെയോ പെർഫോം ചെയ്യാൻ കഴിയൂ എന്നൊരു പ്രശ്നം ആ പാർട്ടി നേതാക്കളെ അലട്ടുന്നുണ്ടായിരുന്നു. ഇതിന് അങ്ങനെ ഒരു മറുഭാഗം ഉണ്ടല്ലോ. ഇപ്പോൾ 2020 ഒടുവിൽ ബെന്നി ബെഹനാൻ UDF കൺവീനർ നടത്തിയ വാർത്താ സമ്മേളനം നടത്തി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പുറത്താക്കിയെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ആ പ്രഖ്യാപനത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും അദ്ദേഹത്തിന് മുതൽക്കൂട്ടായതും കോട്ടയം ജില്ലയിലെ ഒരുപറ്റം കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയായിരുന്നു. കേരള കോൺഗ്രസ് ഇല്ലെങ്കിലും ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അവർ അന്ന് പ്രകടിപ്പിച്ചിരുന്നു. അത് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ നേതാക്കന്മാരുടെ നിലപാട് മാറി. കോട്ടയത്തെ നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് ഈ മാണി ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ആ സീറ്റുകൾ കൂടി അവർക്ക് മത്സരിക്കാമല്ലോ എന്നുള്ളതാണ്. ഇങ്ങനെ പ്രാദേശികമായിട്ടുള്ള വളരെ ഷോർട്ട് ടൈമായിട്ടുള്ള കാഴ്ചപ്പാടും സ്വപ്നങ്ങളുമാണ് ആ സാധ്യതയുള്ള മധ്യതിരുവിതാംകൂറിലെ അത്യാവശ്യം ജനപിന്തുണയുള്ള ആ പാർട്ടിയെ UDF നിന്ന് പുറത്താക്കലിലേക്ക് നയിച്ച ഘടകങ്ങൾ. അപ്പോൾ വീണ്ടും പിന്നെ കേരള കോൺഗ്രസ് UDF വരണമെന്ന് കോൺഗ്രസ് ലീഡർഷിപ്പ് ആഗ്രഹിച്ചിട്ടുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അന്ന് എതിർത്ത ഈ കോട്ടയത്തെ നേതാക്കന്മാരിൽ എനിക്ക് തോന്നുന്നു KC ജോസഫ് മാത്രമാണ് പരോക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടത്. ബാക്കിയുള്ളവർ എല്ലാവരും നിശബ്ദരായിരുന്നു. യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടു. അതുകൊണ്ട് ഈ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ കോൺഗ്രസ് വാതിലുകൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ജോസ് കെ മാണി ആ വാതിൽ അടച്ചു. ഇതേ ഉള്ളൂ.